എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഷാബു പ്രസാദ് സാറാണ് കൂടെ. സാർ നമസ്കാരം. സാർ, നമുക്കറിയാവുന്ന ഒരു കാര്യം, വന്ദേ ഭാരത് ട്രെയിൻ, അതായത് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിന്റെ പുതിയ ട്രെയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പാടിയ ഗണഗീതം വലിയ വിവാദ വിഷയമാകുന്നു. ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു വലിയ പക്ഷമുണ്ട്, അതിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇതിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഞാൻ കണ്ടിരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ എന്റെ ആദ്യത്തെ ചോദ്യം, ഗണഗീതം പാടി എന്നുള്ളത് ഒരു മതനിരപേക്ഷ സമൂഹത്തിനൊക്കെ അംഗീകരിക്കാൻ സാധിക്കും എന്നതിനേക്കാൾ ഉപരിയായി, നാളെ ഇതേ കാര്യം മറ്റേതെങ്കിലും ഒരു പാർട്ടി ചെയ്താൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവലും മലരും കുന്തിരിക്കവും എടുത്തു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞതിനെ നമുക്കൊരു പൊതുമധ്യത്തിലേക്ക് അവർ കൊണ്ടുവന്നാൽ എങ്ങനെ നിങ്ങൾക്കിനി അത് എതിർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മനുജ, ഒന്നാമത്തെ കാര്യം, ആ പാട്ട് മനുജ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. അല്ലേ? പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ. ഇലയും ഇതളും പൂവും മുട്ടും വെറുത്തെടുത്തർപ്പിച്ചിടാൻ തലകൊമ്പിട്ട് തരുമ്പൂം കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഗാനമാകുന്നത്? ഈ വരികൾ എങ്ങനെ, എവിടെയാണ് ഈ പ്രചരിപ്പിക്കുന്നത് പോലെ വെറുപ്പ് പടർത്തുന്നത്? ഇത് RSSന്റെ ശാഖയിൽ അല്ലെങ്കിൽ RSSന്റെ ആ ഒരു സിസ്റ്റത്തിലുള്ള ഒരു ഗണഗീതം ആണെന്നത് മാത്രമാണ് ഇവരുടെ പ്രശ്നം. ഇപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ചർച്ചയിൽ ഇരുന്നിരുന്നു. പല ചർച്ചകളും ഞാൻ കണ്ടു. ഇവരൊക്കെ പറയുന്നത് ഇതിലെ ഈ പാട്ടിന് കുഴപ്പമില്ല, ഇതിലെ വരികൾക്ക് കുഴപ്പമില്ല, ആ കുട്ടികൾ അത് പാടിയതും കുഴപ്പമില്ല, പിന്നെ എവിടെയാണ് കുഴപ്പം? അതായത് RSS അത് പാടുന്നു, RSS അത് വളരെ ഗംഭീരമായിട്ട് അവരത് ആരാധനയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ, അതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ, ആ പ്രശ്നം വേറെ, അതൊരു സാധാരണ പ്രശ്നമല്ല. ആ പ്രശ്നത്തിന്റെ പരിഹാരം ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. പക്ഷെ അത് യൂണിഫോം ഇട്ട കുട്ടികൾ പാടുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് അവര് നിങ്ങളോട് പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ യൂണിഫോം ഇട്ട കുട്ടികൾ അത് പാടുന്ന അവരെ പഠിപ്പിച്ച, അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗം പോലും അല്ലാത്തൊരു പാട്ട് പാടണമെങ്കിൽ അവർ കിട്ടി വന്നിരുന്ന ഒരു ഇൻഡോക്ട്രിനേഷന്റെ ഭാഗമായല്ലേ പാടിയത്? അതിനെ തീർച്ചയായിട്ടും അവരുടെ സ്കൂള് എറണാകുളത്ത് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളാണ്. എറണാകുളത്തെ വൺ ഓഫ് ദ ടോപ്പ് സ്കൂൾസ് ആണ് എളമക്കരയുള്ള സരസ്വതി വിദ്യ. 12,000 കുട്ടികൾ പഠിക്കുന്ന വലിയ സ്കൂളാണ്. ആ സ്കൂളില് പഞ്ചാംഗ ശിക്ഷണ പദ്ധതി പ്രകാരമുള്ള RSS മാനേജ്മെന്റിലുള്ള, അതായത് ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന സ്കൂളാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിൽ ഭാരതീയ വിദ്യാനികേതൻ എത്ര സ്കൂൾ നടത്തുന്നുണ്ടെന്ന്? അതായത് KG തൊട്ട് ഹയർ സെക്കൻഡറി വരെ ഏതാണ്ട് 600 സ്കൂളുകൾ ഈ ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്നു. സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്കൂള് ഈ കേരളത്തിൽ നടത്തുന്നത് RSS ആണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ കോഴിക്കോട് വേദവ്യാസ വിദ്യാലയമുണ്ട്. എന്റെ 2 മക്കളും പഠിച്ചത് അവിടെയാണ്. അതായത് KG മുതൽ ഹയർ സെക്കൻഡറി വരെ, +2 കഴിഞ്ഞിട്ടാണ്. 3 വയസ്സിൽ എന്റെ മോളെ അവിടെ കൊണ്ടുവിട്ട്, എന്റെ മക്കളെ അവിടെ കൊണ്ടുവിട്ട് അവർ +2 കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇങ്ങനെയാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാനികേതന്റെ സ്കൂളുകളിലാണ്. 2,500-3,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം ഇത് ആ സ്കൂളിലെ ദേശഭക്തി ഗാനം പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരെ പഠിപ്പിച്ചതാണിത്. ഇപ്പൊ അവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. കുട്ടികളല്ലേ, ഒരു വലിയ, അത് മാത്രമല്ല, വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. ബാംഗ്ലൂരേക്കുള്ള വന്ദേ ഭാരത്, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സെലിബ്രേഷനാണ്. ഒരു സെലിബ്രേഷന്റെ ഭാഗമായി ആടിപ്പാടൂല്ലേ ആൾക്കാര്. ഇപ്പൊ ഏതൊരു കൂട്ടായ്മയും ഒരു ആഘോഷമാകുമ്പോ അവിടെ പാട്ട് കാണും, ഡാൻസ് കാണും, തലകുത്തി പറയൽ കാണും, എല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമായ ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള യാത്രയില് ഒന്ന് ചോദിച്ചു, നിങ്ങളൊരു പാട്ട് പാടും എന്ന് പറഞ്ഞു. അവരാദ്യം വന്ദേമാതരം പാടി. വന്ദേമാതരം മലയാള പാട്ടല്ലല്ലോ.
അത് കഴിഞ്ഞ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു മലയാള പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. ആ മലയാള പാട്ട് പാടിയപ്പം അവരുടെ ഒരു റിഫ്ലക്സ് പോലെ അവർ പഠിച്ച ആ പാട്ട് അങ്ങോട്ട് വരികയാണ്. അല്ലാതെ ആരും പറഞ്ഞ് പഠിപ്പിക്കുന്നു പഠിക്കുന്നു അല്ല അത്. അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരൊരു ഉം, തുണ്ടുകളാട്ട് പോലും നോക്കുന്നില്ല, നേരിട്ട് പാടുകയാണ്. അവര് സ്ഥിരമായിട്ട് പാടുന്ന പാട്ടാണത്. ഉം. അവരുടെ അപ്പോഴും എന്റെ ചോദ്യം ബാക്കിയാവുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് നാളെ മറ്റേതെങ്കിലും ഒരു RSS പരിവാർ സംഘടനകളല്ലാതെ മറ്റൊരു സംഘടനയുടെ കുട്ടികൾ, അല്ലെങ്കിൽ അവർ നടത്തുന്ന മാനേജ്മെന്റിലെ കുട്ടികൾ ഇങ്ങനെ വന്ന് വന്ദേ ഭാരത് അല്ല, അവർ മറ്റേതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് ഇങ്ങനെ വന്ന് പാടിയാൽ അതിനെ താങ്കൾ വിമർശിക്കുമോ? അതും അതിന്റെ കുട്ടികളുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വളരെ ഓപ്പൺ മൈൻഡായിട്ട് താങ്കൾ സ്വീകരിക്കും? അല്ല, ആ പാട്ടിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളതനുസരിച്ചായിരിക്കും അതിന്റെ നിലപാട് സ്വീകരിക്കുക. ഇപ്പൊ ഉം, അവിടെ വന്ന് നിന്ന് എന്താണ് പാണനല്ല, പുലയനല്ല, മറ്റേതല്ല, ആണെങ്കിൽ തന്നെ എനിക്കൊരു ഡാഷുമില്ല എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കേണ്ടി വരും. ഉം, അതൊക്കെ വേണ്ടി വരും. അതുപോലെ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടിക്കഴിഞ്ഞാൽ വിമർശിക്കേണ്ടി വരും. ഇതേ കുട്ടികൾ വന്നിരുന്ന ഭാരതഹൃദയ ആരും എഴുതിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞില്ലേ ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ഉം, ജനകോടികൾ നമ്മെ നാമായിമാക്കിയ ജന്മഗ്രഹമല്ലോ. പഴയ ഒരു സിനിമയിലെ പാട്ടാണത്, ഉം, സ്കൂൾ മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ. ആ പാട്ട് ഏത് കുട്ടികൾ പാടിയാലും ആര് പാടിയാലും നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിക്കും. വളരെ ലളിതമല്ലേ അതിന്റെ യുക്തി. ആ ഉം. പാട്ടിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ നിലപാട് സ്വീകരിക്കുക. ഇവിടെ ഈ പാട്ടിന്റെ കണ്ടന്റിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യമില്ല. ഈ പാട്ട് ആ കുട്ടികൾ പഠിഞ്ഞു. എന്തിനോടാണ് എതിർപ്പ്? ഇത് RSS പാടുന്നു എന്നുള്ളത് മാത്രം. ഉം, നോക്കൂ, RSSന്റെ ശാഖയിൽ കബഡി കളിക്കുന്നുണ്ട്. കബഡി കളി എന്ന് പറയുന്നത് RSSന്റെ ശാഖയിലെ ഒരു പ്രധാന കാര്യക്രമമാണ്. ഉം, അപ്പൊ നാളെ ഇനി ആരെങ്കിലും കബഡി കളിച്ചാൽ അതും പ്രശ്നമാണോ? RSSന്റെ ശാഖയിൽ യോഗ ചെയ്യുന്നുണ്ട്, സൂര്യ ഉം, നമസ്കാരം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വ്യാപകമായി നീളെ ചെയ്യുന്നുണ്ട്. സർക്കാരൊക്കെ ഔദ്യോഗികമായിട്ട് യോഗ നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഉം. ഇത് RSS അജണ്ടയാണോ? എന്ത് നമുക്ക് ഈ നാട്ടിൽ ഇങ്ങനത്തെ ചീപ്പ് നമ്പറുകൾക്ക് വലിയ മാർക്കറ്റാണെന്ന് വിചാരിക്കുക. ഉം. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കളിയാണ്. സത്യത്തിൽ ഇത് ആ കുട്ടികൾ ഈ പാട്ടും പാടി അവരവരുടെ പാട്ടിന് പോകുന്നത്. ഇതാരും ശ്രദ്ധിക്കും. ഇത് 2023 ആദ്യ വന്ദേ ഭാരത് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തപ്പോ ആ ട്രെയിനില് ഇതേ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഉം. ഇതിപ്പോ ഇലക്ഷൻ ആണ് അടുത്ത് വരുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ പലർക്കും പലരെയും പ്രീണിപ്പിക്കേണ്ടതുണ്ട്, സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ ഉം. നടപടിയെടുക്കും. ഇയാൾ എന്ത് ഞൊട്ടു എന്നായി പറയുന്നത്? ഇയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉം. ഞങ്ങൾ NOC റദ്ദാക്കും. ആക്ക്. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും സദേൺ റെയിൽവേ ഈ വിവാദമായതിനു ശേഷം അത് റിമൂവ് ചെയ്യുന്നത്, പിന്നീട് അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യം? വിവാദമായപ്പോൾ അവർ തിരുത്തി, എന്നാൽ ഒരു അപ്രതീക്ഷിതമായ ഒരു പിന്തുണ ലഭിക്കുന്നതോടെ വീണ്ടും അപ്ലോഡ് ചെയ്തെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടായ ഒരു കൺഫ്യൂഷൻ ഗ്യാപ്പാണ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണത്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് സംഭവം വന്നു, പെട്ടെന്ന് അത് വിവാദമാകുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, മുഖ്യമന്ത്രി വലിയ പ്രശ്നമായിട്ട് ഇറങ്ങുന്നു. ഈ റെയിൽവേയുടെ അവിടെ ഇരിക്കുന്നവർക്ക് ഇത് മലയാളം ഒന്നും അറിയില്ലല്ലോ. ഇതെന്തോ വല്ല അബദ്ധവും കാണിച്ചോ, പ്രശ്നമായോ എന്ന് കരുതി അവരത് ഒഴിവാക്കി. പിന്നീട് ഇവിടെ നിന്ന് കംപ്ലൈന്റ് പോയി. ഇതാണ് ഈ പാട്ടിന്റെ കണ്ടന്റ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒന്നും അല്ല എന്നും പറഞ്ഞിട്ട് ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ ഈ നാട്ടിൽ. ചെയ്തപ്പോൾ ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അവരതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അടക്കം വീണ്ടും സാധനം പോസ്റ്റ് ചെയ്തു. റെയിൽവേ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വലിയൊരു പ്രൊമോഷനാണിത്. അവരതിന്റെ പ്രൊമോഷണൽ സാധ്യതകൾ നോക്കുമല്ലോ. പ്രത്യേകിച്ച് വന്ദേ ഭാരത് ട്രെയിനിന് അവർ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് നീ വല്ല അബദ്ധം പറ്റിയ കാര്യം, മലയാളത്തിലുള്ള പാട്ടാണ്. ഇനി നമുക്ക് അവർക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ സംഭവിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഉം. പക്ഷെ ഗണഗീതം പാടുന്ന ഇടത്ത് ആ പാട്ടിലെ വരികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നാളെ മറ്റേതെങ്കിലും ഒരു സാമുദായിക സംഘടന ഞങ്ങൾ നടത്തിയാൽ അതിലെ വരികൾ ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നാൽ വരികൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എടുത്ത് അതിനെ വിമർശിക്കുകയും ചെയ്തെന്ന് പറഞ്ഞൊരു സാമാന്യവൽക്കരണത്തിനപ്പുറമായി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇല്ലേ? അത് RSS വൽക്കരണത്തിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണല്ലോ ഇതിനെ വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ കേവലം ഗണഗീതം പാടി അത് ഗണഗീതത്തിന്റെ വരികളുമല്ല പ്രശ്നം. അതിലൊരു RSS വൽക്കരണം അത് നാളെ മറ്റേതെങ്കിലും ഒരു വൽക്കരണമായാലും പ്രശ്നമല്ലേ എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കുക, ആരെന്ത് വൽക്കരണം തന്നെ നടത്തട്ടെ, ഇപ്പൊ ഒരു ദേശഭക്തി ഗാനം ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് വളരെയല്ലേ എന്റെ ഒരു രാഷ്ട്രീയ നിലപാടുകളും സമീപനവും ഒക്കെ മനുഷ്യക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ് ഈ KPSCയുടെ ബലികുടീരങ്ങളെ. ഉം. ബലികുടീരങ്ങളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകളിൽ ഒന്നാണ്. ഞാനത് പാടാറുണ്ട്. എന്റെ മോനൊക്കെ അത് നന്നായിട്ട് പാടും. ഉം. പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, അത് നല്ല കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്ന പാട്ടാണത്. പൊന്നരിവാളമ്പിളി അസാമാന്യമായ ഒരു കവികൽപ്പനയാണത്. ഇത് ആ ഗാനത്തിന്റെ കാവ്യ സൗകുമാര്യവും കാവ്യഭംഗിയും നോക്കിയിട്ടാണ് എന്നെ പോലുള്ള ഒരു പാട്ടിനെ ആസ്വദിക്കുക. അല്ല ഇത് ആര് എഴുതിയെന്നോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയത് ആരാണെന്ന് സ്വാഭാവികമായിട്ട് അന്വേഷിക്കും, അറിഞ്ഞല്ലേ. അല്ലാതെ ഇത് ആരുടെയാണെന്നോ എന്നെ പോലുള്ളവരാരും അന്വേഷിക്കാറ്. അത് ഇന്ന് നാളെ SDPI അവരുടെ ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഇതേപോലൊരു ഫംഗ്ഷനിൽ അവരൊരു മികച്ച ദേശഭക്തിഗാനം കൊണ്ടുവരികയാണെങ്കിൽ സന്തോഷത്തോടുകൂടി നമ്മൾ അത് ആസ്വദിക്കും. ഇതിന്റെ അകത്ത് RSS വൽക്കരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് RSS നടത്തുന്ന RSS മാനേജ്മെന്റിലുള്ള സ്കൂളാണ്. ഉം. അവിടെ RSSന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ആ സ്കൂളിന്റെ പ്രവർത്തന പദ്ധതികളിൽ അത് ഉണ്ടാകും. CBSE സ്കൂളാണ്. എന്തായാലും CBSEയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാടുകളും ഒക്കെ ആ സ്കൂളിൽ ഉണ്ടാവും. അത് ഈ നാട്ടിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ലേ. ഈ നാട്ടിൽ ഒരു സ്ഥാപനം നടത്തുന്നവർക്കുള്ള സ്വാതന്ത്ര്യമില്ലേ അതൊക്കെ. ഇപ്പൊ എത്ര സ്കൂളുകൾ ഈ നാട്ടിലുണ്ട്, മാനേജ്മെന്റ് സ്കൂളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതാണ്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ് അഭിപ്രായം. സത്യത്തിൽ ഒരു ഡിബേറ്റിനുള്ളൊരു സ്കോപ്പ് കൂടി ഉണ്ടായിരുന്നു. എന്തായാലും CPM ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ എതിർക്കുന്നു. പിണറായി വിജയൻ അടക്കം രംഗത്ത് വരുന്നു. സത്യത്തിൽ ഒരിക്കലും RSSന് കിട്ടാത്തൊരു പിന്തുണ ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നും RSSന് കിട്ടുന്നുണ്ട്. RSSനല്ല, ഈ വിഷയത്തിൽ കുട്ടികളോടൊപ്പം പാട്ട് പാടുന്നുണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മുൻപായിരുന്നെങ്കിൽ അതിഭീകരമായ ഒരു സോഷ്യൽ മീഡിയ ലിഞ്ചിങ് ഉൾപ്പെടെ ഉണ്ടാകുമായിരുന്നിടത്ത് ഇതിൽ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക, അതിനൊരു ഭരണഘടനാപരമായ എതിർപ്പ് പോലും ഒന്നും ഉയർത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉയർന്നു വന്നിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ മാറ്റം കൂടിയായിട്ടാണോ താങ്കൾ കണക്കാക്കുന്നത്? രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒന്നുമല്ല, ഇതൊക്കെ മനുഷ്യന്റെ സാമാന്യ ബോധമാണ്. മനുഷ്യ ഇപ്പം നമ്മളിപ്പോ മനുഷ്യ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ചർച്ചാ വിഷയമായ ചോദ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണ് മനുഷ്യന്റെ അടുത്ത് ചോദിച്ചത്. ഇനി അതെല്ലാം മാറ്റി നിർത്തി മനുഷ്യ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ പാട്ടൊന്ന് കേട്ടു നോക്കുമ്പോൾ ഇതിന്റെ എന്താ ഇത്ര പ്രശ്നം എന്നല്ലേ സാമാന്യ ബോധമുള്ളവർക്ക് പോലും തോന്നുള്ളൂ. മനുഷ്യ പാട്ട് കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പൂർണ്ണമായി. ഇതിനെന്താ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് ആരും പക്ഷെ RSS ഹാൻഡിലുകൾ, അതായത് സംഘികളായ കോറായി നിൽക്കുന്ന ആളുകൾ അതിനെ കാണുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണ്. അവർ അതിനെ സ്റ്റാറ്റസ് ഇട്ടും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതും RSS നടത്തിയ വന്ദേ ഭാരത് എന്നുള്ളതാണ്. ഈ നാട്ടിലെ എല്ലാ പൗരന്മാരും ടാക്സ് അടച്ച് അതിന്റെ ഭാഗമായി നമ്മുടെ ഇന്നോവേഷന്റെ ഭാഗമായി BJP സർക്കാരാണ്, NDA ആണ് ഭരിക്കുന്നത്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ RSSലെ വളരെ വലിയൊരു വിഭാഗം ആളുകളും അത് സംഘത്തിന്റെ വിജയം എന്ന രീതിയിലൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് ശാവപ്രസാദ്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്, അതൊക്കെ ഒരു കാര്യമുണ്ട്. ഓരോരുത്തരും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ അവരവരുടേതായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കാര്യം ഒരു ഫോണും നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആരും ഇന്ന് ഒരു എഡിറ്ററും പത്രപ്രവർത്തകനുമാണ്, അല്ലേ? അതിൻ്റെ അകത്ത് ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അത് പൊതുസ്വത്താണ്. ഇതൊക്കെ ആർക്കും അറിയാൻ വയ്യാത്തത്, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനെ പറയുന്നു പറയട്ടെ, അത്ര അല്ലാതെ നമുക്കതിനെ ഇതിന്റെ മുകളിൽ അതിന്റെ യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതും ഇവർക്കൊക്കെ അറിയാം. അതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല.
അതിപ്പം BJP സർക്കാരാണ് ഭരിക്കുന്നത്. നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനാണ്. സംഘത്തിന് പറഞ്ഞ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഭരിക്കുന്നു. അപ്പം ഉണ്ടാകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും BJPയെയും RSSനെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ ആഘോഷിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. വളരെ സ്വാഭാവികം. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ല ഇതൊന്നും എന്തോ ഈ നാട്ടിൽ എന്തോ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഭയപ്പെടുന്നു. കാര്യം നരേന്ദ്രമോദിയുടെ നേട്ടങ്ങൾ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ അത് വലിയ ജനകീയ പിന്തുണ നേടുന്നു. അതിന്റെ അകത്തൂടെ RSS കൂടുതൽ ജനകീയമാകുന്നു. RSSനെ കൂടുതൽ ജനങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേരെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയം ഈ രീതിയിലാണ് പുറത്തു വരുന്നത് എന്നുമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ പിള്ളേർ പാട്ടും പാടി അവരുടെ വഴിക്ക് പോയി. അതിനു പകരം ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം ഈ പരമപവിത്രമതാമി മണ്ണിൽ നിന്നുള്ള പാട്ടാണ്. ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നൊരു എന്തൊരു ഗംഭീരമായ പാട്ടാണ്, ഇതിനെതിരായി വേണം. ഇങ്ങനെയാണ് ഇതിന്റെ റിയാക്ഷൻ പോകുന്നത്. അത് മാത്രമല്ല, രസകരമായ ഏറ്റവും തമാശ ഇന്നലെ സംഭവിച്ചത്, ഇത് DYFI ഒരു പ്രതിഷേധ മാർച്ച് നടത്തി എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ. അവിടെ നിന്ന് അവർ പാടിയ പാട്ട് ഏതാണെന്നറിയാം? സാരേ ജഹാ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. കേട്ടായിരുന്നത്? അതിന്റെ അകത്ത് ഏറ്റവും പ്രധാന ഹിന്ദി ഹേ ഹം, ഹിന്ദി ഹേ ഹം, ഹിന്ദുസ്ഥാൻ ഹമാര. ഹിന്ദി ഹേ ഹം, നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മൾ ഹിന്ദുക്കളാണ്, ഈ ഹിന്ദുസ്ഥാൻ നമ്മുടെയാണ്. RSSകാര് പോലും ഇത്രയും പറഞ്ഞിട്ടില്ല. അവരെ കൊണ്ട് ഹിന്ദി ഹേ ഹം, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയിക്കാൻ ഈ പാട്ടിന് കഴിഞ്ഞുവെങ്കിൽ അതിന് RSS അജണ്ടയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇവരാ അജണ്ടയിൽ കൃത്യമായി ആ അജണ്ടയിൽ ഒന്ന് കൊത്തിയില്ലേ? മണ്ടന്മാരാണെന്ന്. ഇല്ലെങ്കിൽ ഇത് ആരും അറിയാതെ കൊണ്ടുപോയത്. ഇതാണ് ഇതിന്റെ വാസ്തവം. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ് ശിവപ്രസാദ് സാർ കാര്യങ്ങൾ പറഞ്ഞതിൽ. എന്തായാലും താങ്കളുടെ ഭാഗത്തെ അഭിപ്രായം വ്യക്തമായി വിശദീകരിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.